ആയിട്ടിരിക്കുന്നല്ലോ മക്കളെ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ എന്ന ചാപ്റ്റർ ഇതാ ഒറ്റ വീഡിയോയിൽ പഠിക്കാൻ പോവാണ്. അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ചോദ്യങ്ങളും കോൺസെപ്റ്റും നമ്മൾ വളരെ ഞൊട്ടിയിടയിൽ പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ നാളെയുടെ ജനിതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങൾ മിസ് പറഞ്ഞു തരാം. ഇതാ ഹ്യൂമൻ സെല്ലും ബാക്ടീരിയൽ സെല്ലും. ഹ്യൂമൻ സെല്ലിൽ നിന്നാണ് നമ്മുടെ ഇൻസുലിൻ ജീനിനെ നമ്മൾ എടുക്കുന്നത്. ഈ ഇൻസുലിൻ ജീനിനെ നമ്മൾ മുറിച്ചെടുത്ത ശേഷം നമ്മുടെ ബാക്ടീരിയയിലുള്ള പ്ലാസ്മിഡുമായിട്ടാണ് അത് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ കൂട്ടിച്ചേർത്ത ജീനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ജീനിനെ പിന്നെ എന്ത് ചെയ്യുന്നു? അവർ പ്ലാസ്മിഡ് ബാക്ടീരിയയിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ബാക്ടീരിയ പല കോളനീസ് പിന്നെയും എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയുടെ പല കോപ്പീസ് ഉണ്ടാക്കി എടുക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു ഇൻസുലിൻ ജീനിന്റെ കുറെ കോപ്പി കിട്ടുകയും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസുലിനെ പ്രൊഡക്ഷൻ നടത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന ഘട്ടം. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലെ ചിത്രം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഭാഗത്ത് നടത്തുന്ന എൻസൈമുകൾ, ഈ ഇവിടെ ജീനുകളെ മുറിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ് എന്ന് ചോദ്യം വരാം. അതേപോലെ തന്നെ ഇതിനെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദ്യം വരാം. അപ്പം 2 ജീനുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്റെ ജീനുകളിൽ നിന്ന് ഒരു ജീനിനെ മുറിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അതിനെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഒരു ജീനിനെ 2 അല്ലെങ്കിൽ വേറൊരു ജീനിലേക്ക് കൂട്ടി യോജിപ്പിക്കാൻ, ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ ജീനിനെ, ഇവിടെ കാണുന്ന ഈ ഒരു ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്ലാസ്മിഡുമായിട്ട് ഇവിടെ കൂട്ടിച്ചേർത്ത് വെക്കാണ്, ഒട്ടിച്ചു ചേർത്ത് വെക്കാണ്. അങ്ങനെ ഒട്ടിച്ചു ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് DNA ലീക്കേസ് എന്ന് പറയുന്ന എൻസൈം. ഇത് 2 പ്രത്യേകമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എന്തൊക്കെയാണ് എൻസൈം എന്ന് മിസ് പറഞ്ഞു തരാം. അതായത് ദ എൻസൈംസ് യൂസ് ടു കട്ട് ആൻഡ് ജോയിൻ ജീൻസ്. എൻസൈമുകളെ അല്ലെങ്കിൽ നമുക്ക് ജീനുകളെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമുകളെ നമ്മൾ പറയുന്നു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിനെ നമ്മൾ പറയാ ജെനറ്റിക് സിസേഴ്സ് എന്നാണ്. ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയാ ജനിതക കത്രിക എന്നാണ്. എന്താണ് ജനിതക കത്രിക എന്ന് ചോദിച്ചാൽ എഴുതി നോക്കുക, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇതേപോലെ തന്നെ രണ്ടാമത്തേതാണ് എൻസൈം ലീക്കേസ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ജോയിനിങ്. 2 ജീനുകളെ വിളക്കി ചേർക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണിത് DNA ലീക്കേസ് എന്ന് പറഞ്ഞ എൻസൈം. അതിനെ നമ്മൾ പറയുന്നത് ജനിതക പശ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ എന്നാണ്. അപ്പൊ ജെനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നത് ഏതാണ്? ലീക്കേസ് ആണ്. ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ജെനറ്റിക് സിസേഴ്സ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഇനി ഇതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ചോദ്യം വരിക, ഇവിടെ നമ്മൾ ഈ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ചത് എന്താണെന്നാണ്. അതായത് നമ്മുടെ ഇൻസുലിൻ ജീനിനെ ക്യാരി ചെയ്ത് വേറൊരു ഹോസ്റ്റിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ആരെയാണെന്നാണ്. അങ്ങനെ നമുക്ക് ഒരു ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത് പ്ലാസ്മിഡ് ആണ്. ഇവിടെ ഒരു വെക്ടറായിട്ട് അല്ലെങ്കിൽ വാഹകരായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പ്ലാസ്മിഡിനെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് പ്ലാസ്മിഡ് എന്ന് അല്ലെ? യെസ്, മിസ് പറഞ്ഞു തരാം എന്താണ് പ്ലാസ്മിഡ് എന്ന്. നമുക്ക് കാണാൻ പറ്റും, ഒരു ജീനിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ജീനുകളുടെ കുറെ കോപ്പീസിനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ജീനിനെ ക്യാരി ചെയ്യുന്ന ഒരു ഓർഗാനിസം ഉണ്ട്. അപ്പം ഇതുപോലെ ജീനെ കൂട്ടിച്ചേർക്കാനും ജീനിനെ ക്യാരി ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ വെക്ടർ അല്ലെങ്കിൽ വാഹകർ എന്ന് പറയുന്നത്. വെക്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്ലാസ്മിഡ് ആണ്. ബാക്ടീരിയന്റെ പ്ലാസ്മിഡ് ആണ് നമ്മൾ വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോകാം. ടെക്നോളജി ഹെൽപ്പ് ടു ഐഡന്റിഫൈ ലൊക്കേഷൻ ഓഫ് ജീൻ ഇൻ DNA. ഒരു DNAയിലെ ജീനിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ജീൻ മാപ്പിംഗ് ആണ്. ഓക്കെ, ജീൻ മാപ്പിംഗ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇനി പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് വിച്ച് യൂസ്ഡ് അഗെയിൻസ്റ്റ് വൈറൽ ഡിസീസസ്. വൈറസ് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ്. അതിന് നമുക്ക് പഠിക്കാനുള്ളത് ഇതാ ഈ ഒരു ബോക്സ് ആണ്. ഈ ബോക്സ് പഠിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാം. ഇന്റർഫെറോൺസ് ആണ് വൈറൽ ഡിസീസിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻസുലിന്റെ അല്ലെങ്കിൽ നമ്മൾ പറയാണ് വൈറസ് രോഗമാണെങ്കിൽ നമുക്ക് ഇന്റർഫെറോണുകൾ ഉപയോഗിക്കാം, നമുക്ക് പ്രമേഹമാണെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കാം, വേദന പെയിൻ ആണെങ്കിൽ നമുക്ക് എൻഡോർഫിൻ ഉപയോഗിക്കാം, വളർച്ചാ വൈകല്യങ്ങളാണെങ്കിൽ നമുക്ക് സൊമാറ്റോട്രോപ്പിൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള രോഗത്തിനും രോഗലക്ഷണങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ചികിത്സക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീനാണിത് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പഠിക്കുക, വൈറസിന് ഇന്റർഫെറോണുകളാണ്, പ്രമേഹത്തിന് ഇൻസുലിൻ ആണ്, പെയിനിന് എൻഡോർഫിൻ ആണ്,
എൻഡോർഫിൻ ആണ്. വളർച്ചാ വൈകല്യങ്ങൾക്ക് സൊമാറ്റോട്രോപ്പിനുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ക്ലിയർ ആയല്ലോ. എന്താ നമ്മൾ ആൻസർ ആയിട്ട് എഴുതാം? ഇന്റർഫെറോണുകളാണ്. ഇനി ദ ബേർഡ് പെയർ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. ജെനറ്റിക് ഗ്ലൂ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലിഗേസ് എൻസൈം ആണ്. ലിഗേസ് എൻസൈം ആണ്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ് ആണ്. ജങ്ക് ജീൻസ് ഫങ്ഷണൽ ജീൻസ് ടേക്ക് പാർട്ട് പ്രോട്ടീൻ സിന്തസിസ് അല്ല. ഇന്റർഫെറോൺ ജെനറ്റിക് സിസേഴ്സ് യൂസ് ടു കട്ട് ജീൻസ് അല്ല. ജീനോം കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം. പ്രോട്ടീൻസ് യൂസ് ടു പ്രിവെന്റ് ഗ്രോത്ത് ഡിസോർഡേഴ്സ്. ഇത് തെറ്റാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ജീനോം ആണ്. അപ്പൊ എന്താണ് ജീനോം, എന്താണ് ജങ്ക് ജീൻസ്, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടേ? യെസ്, വേണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ നോക്കിക്കൊള്ളുക, ജീനോം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീനോം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ജെനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ജനിതക മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. മനുഷ്യന്റെ മിസ്സിന്റെ ബോഡി എടുക്കുമ്പോൾ ആ മിസ്സിന്റെ ശരീരത്തിൽ അടങ്ങിയ എല്ലാ ജീനുകളെയും ഒന്നിച്ചു ചേർത്ത് പറയുന്നതാണ് എന്ത്? ജീനോം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ജീനോമിൽ 46 ക്രോമസോമിൽ 30,000 ജീനുകളും 24,000 ജീനുകളാണ് അതിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ 46 ക്രോമസോമിൽ 30,000 ജീനുകളുണ്ട്, 24,000 അവിടുത്തെ പ്രവർത്തിക്കുന്നവര്. ഇത് കൂടാതെ കുറച്ച് ജീനുകളുണ്ട്, ജങ്ക് ജീൻസ് അല്ലെ. അതായത് ഹ്യൂമൻ DNA മെജോറിറ്റി ഓഫ് ജീൻസ് എന്താണ്? പ്രോട്ടീൻ ഉണ്ടാക്കാൻ, പ്രോട്ടീൻ കോഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മനുഷ്യ DNA തന്നെ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീനുകൾ ഒഴിച്ച് ഭൂരിഭാഗം ജീനുകളും പ്രവർത്തനക്ഷമമല്ല. ഇവയാണ് ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള, പ്രവർത്തനരഹിതമായിട്ടുള്ള ജീനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജങ്ക് ജീൻസ് എന്ന് പറയുന്നത്. ഒരു മാർക്കിന് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് കൂടാതെ ഈ ഒരു ഡാറ്റ കൂടെ പഠിച്ചു വെക്കുക. ഹ്യൂമൻ ജീനോമിൽ ഏകദേശം 24,000 ഫങ്ഷണൽ ജീനുകളുണ്ട്. മേജർ ഷെയർ ഓഫ് ഹ്യൂമൻ DNA ഇൻക്ലൂഡ് ജങ്ക് ജീൻസ്. There is only 0.2% difference in DNA among humans. About 200 genes in human genome are identical to those in bacteria. അപ്പൊ മനുഷ്യ ജീനോമിൽ ഏകദേശം 24 സജീവ ജീനുകൾ, ഫങ്ഷണൽ ജീനുകളാണുള്ളത്. അതിൽ മനുഷ്യന്റെ DNA ഭൂരിഭാഗവും എന്താണ്? ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിൽ 0.2% മാത്രമാണ് DNA വ്യത്യാസം. മനുഷ്യ ജീനോമിൽ ഏകദേശം 200ഓളം ജീനുകളാണ് ബാക്ടീരിയയുടെ സമം. നമ്മുടേതും ബാക്ടീരിയയുടെയും തമ്മിൽ സമാനമായ 200ഓളം ജീനുകളുണ്ട്. മനുഷ്യർ തമ്മിലോ വെറും 0.2 വ്യത്യാസം മാത്രമേ ജീനുകളിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ജീൻ മാപ്പിംഗ് നമ്മൾ പറഞ്ഞതാണ്. ക്രോമസോമിന്റെ ജീനുകളുടെ സ്ഥാനം അറിയാനാണ് നമ്മൾ ജീൻ മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ജീൻ മാപ്പിംഗ് ടു ലൊക്കേറ്റ് ജീൻസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു, വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ സാമ്പിൾ എക്സാമിനേഷൻ. കണ്ടോ, ഇവിടെ കളക്റ്റഡ് ഫ്രം ദ സീൻ ഓഫ് ക്രൈം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്? അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കും. ക്രൈം സീന് കണ്ട ഈ ഒരു സാമ്പിളുമായിട്ട് മാച്ച് ആയതാ സാമ്പിൾ 2 ആണ്. അപ്പൊ നമുക്ക് പറയാം സാമ്പിൾ 2 വ്യക്തിയാണ് ഇവിടുത്തെ കൾപ്രിറ്റ്, ഇവിടുത്തെ ആ ഒരു പ്രശ്നക്കാരെങ്കിൽ ഇവിടുത്തെ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അത് മാത്രല്ല, ഇവിടെ കണ്ടോ, ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയുന്നത് എന്താണ്? DNA ഫിംഗർ പ്രിന്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്നാണ് പറയാം. അപ്പം അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഈച്ച് പേഴ്സൺ ഡിഫേഴ്സ് അല്ലെ. ഇതില് നമ്മുടെ DNA എന്ന് പറയുന്നത് ഓരോരുത്തരിലും ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ ഫിംഗർ പ്രിന്റ് വ്യത്യാസം ഉള്ളതുപോലെ തന്നെ നമ്മുടെ DNAയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പം DNA ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ എന്താ? ദ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ഈച്ച് പേഴ്സൺ ഡിഫറെന്റ്. ഓരോ വ്യക്തിയിലെയും DNA ന്യൂക്ലിയോടൈഡുകൾ ക്രമീകരണം വ്യത്യാസമാണ്. അതാണ് DNA ഫിംഗർ പ്രിന്റിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പിന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ മറ്റ് 2 ഉപയോഗങ്ങൾ എഴുതാം. എന്താ ഉപയോഗം? ഒന്ന്, ടു ഐഡന്റിഫൈ റിയൽ പാരന്റ്സ് ഇൻ ദ കേസ് ഓഫ് പാരന്റ് ഡിസ്പ്യൂട്ട്. ഐഡന്റിഫൈ പേഴ്സൺസ് അബൌട്ട് ലോങ് പീരീഡ് മിസ്സിംഗ്. കുറെ നാളായിട്ട് കാണാതെ പോയവര്, തിരിച്ചറിയാൻ കഴിയാത്തവര്, അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ, ബാറില് ദുരന്തങ്ങളിലൊക്കെ പെട്ടു പോകുമ്പോൾ ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിയൽ കൾപ്രിറ്റ് ഫ്രം സസ്പെക്റ്റഡ് പേഴ്സൺ അല്ലെ, സംശയിക്കപ്പെടുന്ന ആള് കുറ്റവാളിയാണോ എന്ന് കണ്ടെത്താനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടെക്നിക്ക് എന്തായാലും പഠിച്ചു വെക്കണം. ഇതിൽ നമ്മൾ പറഞ്ഞു DNA ഫിംഗർ പ്രിന്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ഹെറിഡിറ്ററി ക്യാരക്ടേഴ്സ് ടു ഐഡന്റിഫൈ റിയൽ പാരന്റ്സ്. ആൻഡ് ഇവിടെ റോബറിന്റെ കേസിലാണെങ്കിലും നമ്മുടെ ഹെയർ, നെയില്, ബ്ലഡ്, ഇതിൽ നിന്നൊക്കെ DNA സാമ്പിൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിച്ചു പഠിക്കുക. ജനറ്റിക് ഫോർ ഫ്യൂച്ചറിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നന്നായിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കാം. അപ്പം നമ്മൾ പ്ലാസ്മിഡ് പറഞ്ഞു, ജങ്ക് ജീൻസ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ജീനോമിന്റെ കാര്യവും പറഞ്ഞതാണ്. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് ജീൻ തെറാപ്പി ഉപയോഗിച്ച് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ.